അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സഹോദരങ്ങളെ സഹോദരികളെ, ഇന്ന് നാം തജ്വീദ് നിയമങ്ങളെ വഖഫിന്റെ അടയാളങ്ങളിൽ മൂന്നാമത്തെ അടയാളമാണ് പഠിക്കുന്നത് ഇൻഷാ അല്ലാഹ്. വിശുദ്ധ ഖുർആനിൽ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഈ പോസ്റ്റിൽ കാണുന്ന ഒരു അടയാളം സില എന്ന ഒരു അടയാളം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ വസ്ലു ഔല എന്നാണ്, അഥവാ നിർത്താതെ ഓതലാണ് ഉത്തമം, ചേർത്തി ഓതലാണ് ഉത്തമം. എന്നാൽ വഖഫ് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല. ഉദാഹരണമായി വലില്ലദീന കഫറൂ ബിറബ്ബിഹിം അദാബു ജഹന്നമ വബിഅ്സൽ മസീർ, ഇങ്ങനെ ചേർത്തി ഓതുന്നതാണ് ഉത്തമം. എന്നാൽ വലില്ലദീന കഫറൂ ബിറബ്ബിഹിം അദാബു ജഹന്നം വബിഅ്സൽ മസീർ, ഇങ്ങനെ നിർത്തി ഓതിയാലും പ്രശ്നമില്ല. ഈ അടയാളമുള്ള സ്ഥലത്ത് നിർത്തി ഓതിയാലും പ്രശ്നമില്ല, വഖഫ് ചെയ്താലും പ്രശ്നമില്ല. എന്നാൽ കൂടുതൽ ഉത്തമം ചേർത്തി ഓതുന്നതാണ് എന്ന് മനസ്സിലാക്കുക. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഈ വഖഫും ഇബ്തിദാവും, നിർത്തലും തുടങ്ങലും എല്ലാം വിശുദ്ധ ഖുർആനിലെ അർത്ഥത്തിന്റെയും അതിന്റെ ആശയത്തിന്റെയും ആ ആശയത്തിന്റെ സൗന്ദര്യത്തിന്റെയും ഒക്കെ പരിപൂർണതയെ ബാധിക്കുന്നതായതുകൊണ്ട് അത് കൂടുതൽ മനസ്സിലാക്കുകയും അതനുസരിച്ച് തന്നെ പാരായണം ചെയ്യുകയും വേണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു അടയാളവും മറ്റൊരു വഖഫിന്റെ അടയാളവും അതിന്റെ നിയമവും അടുത്ത ദിവസം നമുക്ക് പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.